നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 മനുഷ്യനെ മനുഷ്യനാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ശീലവും ഗുണവും. ശീലമെന്നാൽ സത്സ്വഭാവം. ചാരിത്ര്യവും സ്വഭാവശുദ്ധിയും ഇല്ലാത്ത മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ശീലം പ്രധാനം പുരുഷേ തത് യസ്യേഹ പ്രണശ്യതി ന തസ്യ ജീവനേതാർത്ഥോ ന ധനേന ന ബന്ധുഭിം എന്നാണ് മഹാഭാരതം ഉദ്യോഗപർവത്തിൽ വിവരിക്കുന്നത്. മനുഷ്യന് പ്രധാനപ്പെട്ടത് സ്വഭാവശുദ്ധിയാണ്. അത് നഷ്ടപ്പെട്ടയാളുടെ ജീവിതം വ്യർത്ഥമാണ്. ധനവും ബന്ധുബലവും ഒക്കെ വെറുതെയാണ് എന്നാണ് മഹാഭാരതത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വഭാവശുദ്ധി പോലെ തന്നെ വ്യക്തിഗുണങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു. സത്യം, അസൂയാരാഹിത്യം, ക്ഷമ, ശാന്തി, സന്തുഷ്ടി, ദയ, ഔദാര്യം, ധൈര്യം, സൗഹൃദം, പ്രയത്നശീലം, കൃതജ്ഞത, കാരുണ്യം ഇങ്ങനെയുള്ള ഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിരിക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്ത സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്ത സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ആകുന്ന അവസ്ഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ഈ അവസ്ഥകൾ നമുക്ക് അഥവാ നമ്മളിൽ വന്നു ചേരുകയാണ്. ശൈശവത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാകില്ല. എന്നാൽ എല്ലാം അനുഭവിച്ചത് ഞാനായിരുന്നു എന്ന് നമുക്കറിയാം. എന്നിലെ ഞാനിന് ഒരു മാറ്റവും ഇല്ല. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശാങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 6 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 7-ാം ശ്ലോകം ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസ്വ അവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷു അപി ബാല്യം തുടങ്ങിയവയിലും ജാഗ്രതാദിഷു ജാഗ്രത് തുടങ്ങിയവയിലും തഥാ അതേപോലെ സർവാസു അവസ്ഥാസു അപി എല്ലാ അവസ്ഥകളിലും. ഇവിടെ അപി ശബ്ദം എല്ലാത്തിനോടും ചേർക്കാം. ബാല്യാദിഷു അപി ജാഗ്രതാദിഷു അപി സർവാസു അവസ്ഥാസു അപി. എങ്ങനെയുള്ളതാണിതൊക്കെ? വ്യാവൃത്താസു വ്യാവൃത്തങ്ങളാകുന്നവയാണ്, കടന്നു പോകുന്നവയാണ്. കടന്നു പോകുന്നവയായ ഈ അവസ്ഥകളിലൊക്കെ, ഈ അവസ്ഥകളിലൂടെ നമ്മൾ നിരന്തരം കറങ്ങുകയാണ്. ഈ അവസ്ഥകളിലൊക്കെ അഹമിതി അന്തഃ സദാസ്ഫുരന്തം, ഞാൻ എന്ന് എപ്പോഴും സ്ഫുരിക്കുന്നതിനെ, എന്തിനെ? സ്വാത്മാനം, സ്വാത്മാവിനെ പ്രകടീകരോതി പ്രകടീകരിക്കുന്നു, പ്രകടമാക്കുന്നു. ആർക്ക്? ഭജതാം ഭജിക്കുന്നവർക്ക്. യഹ യാതൊരാൾ എങ്ങനെ പ്രകടമാക്കുന്നു ആത്മാവിനെ? ഭദ്രയാ മുദ്രയ, ഭദ്രയായിരിക്കുന്ന മുദ്ര കൊണ്ട്. അങ്ങനെയുള്ള തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ശ്രീ ഗുരുമൂർത്തിക്ക് ആയിക്കൊണ്ട്, ദക്ഷിണാമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇവിടെ അവസ്ഥകളെ നിരൂപണം ചെയ്യുന്നതിലൂടെ അവസ്ഥാസാക്ഷിയായ, അവസ്ഥാതീതനായ ആത്മാവിനെ ബോധിപ്പിക്കുകയാണ്. ആദ്യം പറയുന്നത് ബാല്യാദിഷു അപി എന്നാണ്. ബാല്യം തുടങ്ങിയവയിൽ. വാസ്തവത്തിൽ അവസ്ഥകൾ പറയുമ്പോൾ ശൈശവം കഴിഞ്ഞിട്ടാണ് ബാല്യം വരുന്നത്. അപ്പോൾ ശൈശവാദിഷു എന്ന് പറയാം. ശിശുവിൻ്റെ ഭാവമാണല്ലോ, ശിശുവിൻ്റെ അവസ്ഥയാണല്ലോ ശൈശവം. എന്നാൽ ഇവിടെ ബാല്യാദിഷു എന്നാണ് പറഞ്ഞത്. നമുക്ക് ശൈശവാദിഷു എന്നെടുക്കാം. എന്നാൽ പിന്നെ ശൈശവാദിഷു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എല്ലാവർക്കും ശൈശവ സ്മൃതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശൈശവത്തിൽ സംഭവിച്ച എല്ലാ വിഷയങ്ങളെയും എല്ലാവരും ഓർമ്മിച്ചോളണമെന്നില്ല. സാമാന്യമായിട്ട് ബാല്യം മുതൽക്കുള്ള ഓർമ്മയാണ് നമുക്കുണ്ടാവുന്നത്, സാമാന്യമായിട്ട്. അതുകൊണ്ടായിരിക്കണം ബാല്യം മുതൽ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശൈശവം, ബാല്യം,
കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ അവസ്ഥകൾ തീർത്തും വിലക്ഷണങ്ങളായിട്ടുണ്ട്. ശൈശവം, ശിശുവിൻ്റെ ഭാവം. അത് കഴിഞ്ഞാൽ ബാല്യമായി, ബാലൻ്റെ ഭാവം. ബാലൻ, ബാല രണ്ടും പറയാം. ബാല്യത്തിൽ നിന്ന് നമ്മൾ കൗമാരത്തിലേക്ക് എത്തി, കുമാരൻ്റെ ഭാവം, കുമാരിയുടെ ഭാവം. അവിടെ നിന്ന് യൗവനം, യൂനഭാവം. കുറച്ചു കാലം ജീവിതത്തിൽ യൂനഭാവം നിലനിൽക്കും, യുവത്വം. അത് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്കായി. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മളിൽ നിരന്തരം കറങ്ങുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ ശൈശവത്തിലെയും ബാല്യത്തിലെയും കൗമാരത്തിലെയും യൗവനത്തിലെയും ഒക്കെ അനുഭവ വിശേഷങ്ങളെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ തീർത്തും വിലക്ഷണങ്ങളാണ് അനുഭവങ്ങൾ. ഒരവസ്ഥയിലെ അനുഭവം മറ്റൊരവസ്ഥയിലില്ല. ഒരവസ്ഥയിലെ അഭിമാനമല്ല മറ്റൊരവസ്ഥയിൽ. ഒരവസ്ഥയിൽ നാം നിവസിച്ചിരുന്ന ശരീരം ഒരു സാമ്യവുമില്ലാത്ത രീതിയിലാണ് മറ്റൊരവസ്ഥയിലുള്ളത്. ശിശുവിൻ്റെ ശരീരവും വൃദ്ധൻ്റെ ശരീരവും വല്ല സാമ്യമുണ്ടോ? ഇന്നാളായിരുന്നു എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ അത്യന്ത വിലക്ഷണങ്ങളാണ് ഇത്തരം ഘടകങ്ങളൊക്കെ എങ്കിലും ഞാൻ എന്നുള്ളത് അനുസ്യൂതമാണ്. ഇതെൻ്റെ ശൈശവത്തിലെ ചിത്രമാണ്. കുറച്ചും കൂടി കടന്ന് മുന്നോട്ട് പോയി ഇത് ഞാനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൃദ്ധനായ ഒരാൾ ശൈശവത്തിലെ ഫോട്ടോ കാണിക്കുകയാണ്. അതുപോലെ അനുഭവങ്ങൾ, ഞാൻ സുഖിച്ചു, ഞാൻ ദുഃഖിച്ചു ഇത്യാദി. അപ്പം താത്പര്യം തീർത്തും വിഭിന്നങ്ങളാണ്, വിലക്ഷണങ്ങളാണെങ്കിലും ഞാൻ എന്നുള്ളത് അനുസ്യൂതമാണ്. ഇതാണ് ശൈശവാദി വിലക്ഷണങ്ങളായ അവസ്ഥയിൽ സമാനനായി ഞാനുണ്ട് എന്നുള്ള അനുസന്ധാനം. ഇതുപോലെ മറ്റു അവസ്ഥകളെക്കുറിച്ചും ചിന്തിക്കണം. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ. അടുത്തതായി സനാതനധർമ്മമാണ്. രാമായണം ഒരു ഫ്ലാഷ് ബാക്കാണ്. രാമായണം രചിക്കുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. രാമന് രാജ്യം കിട്ടിയതിന് ശേഷമാണ് വാൽമീകി രാമായണം രചിക്കുന്നത്. രാമായണം രചിച്ചിട്ട് അതാദ്യം പഠിപ്പിക്കുന്നത് രാമൻ്റെ മക്കളായിട്ടുള്ള കുശനെയും ലവനെയുമാണ്. വാൽമീകി രാമായണത്തിൽ പറയുന്നത് കുശീലവൗ എന്നാണ് പറയുന്നത്. അപ്പോൾ കുശീലവന്മാർ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. സംസ്കൃതത്തിൽ കുശീലവന്മാർ എന്ന് ഇന്ന് പ്രയോഗിക്കുന്നത് നടൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നടന്മാരെയാണ് ഇത് പഠിപ്പിക്കുന്നത്. രാമൻ്റെ 2 മക്കളാണ്. വാൽമീകി ഈ രാമായണം രചിച്ചതിന് ശേഷം അദ്ദേഹം ചിന്തിക്കുകയാണ്, ആരാണിപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുക? ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ കുശീലവന്മാർ. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ 2 കുട്ടികൾ വന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ ഇവർ തന്നെയാണ് ഇതിന് ഏറ്റവും പറ്റിയ ആളുകൾ എന്ന് തോന്നി. ഇവരാണെന്നുണ്ടെങ്കിലോ വേദങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. വാൽമീകിയുടെ ആശ്രമത്തിലാണല്ലോ അവർ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ മഹർഷി വേദങ്ങൾ വളരെ നന്നായി പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വേദത്തെ വ്യക്തമായി അറിയുന്നവരാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ യോജിച്ചവർ. ഇവരാണെന്നുണ്ടെങ്കിൽ ഗാന്ധർവത്തിൽ, അതായത് സംഗീതശാസ്ത്രത്തിൽ നിഷ്ണാതന്മാരാണ്. വേദാംഗങ്ങൾ അറിയുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇവർ രാമനിൽ നിന്ന് എടുത്ത 2, രാമനെ ഒരു ബിംബമായി എടുത്താൽ ആ ബിംബത്തിൽ നിന്നെടുത്ത മറ്റ് 2 ബിംബങ്ങൾ പോലെ, അതായത് രാമൻ്റെ തനി രൂപങ്ങളാണ് ഈ 2 കുട്ടികളും. തേജസ് കൊണ്ടും ഓജസ് കൊണ്ടും എല്ലാം കൊണ്ടും. അങ്ങനെയുള്ള ഈ 2 കുട്ടികളെ ഈ കാവ്യം പഠിപ്പിക്കുകയാണ് മഹർഷി ചെയ്യുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിത് എല്ലായിടത്തും പോയിട്ട് ഇത് പാടുക, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ സാരാംശം അറിഞ്ഞവർ ചൊല്ലണം. അതാണ് ആ കാവ്യത്തിൻ്റെ തത്വം വീണ്ടും അവിടെ പ്രകടമായിട്ട് വരികയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എല്ലായിടത്തും പോയി ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അർത്ഥം അറിഞ്ഞിട്ട് ഒരാൾ പറയുന്നതും
അറിയാതെ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയാം, ഈ നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ പദ്യപാരായണം ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് കുട്ടികൾ ചൊല്ലും, നല്ല സംഗീതത്തോടു കൂടി ആവിഷ്കരിക്കും. അവർക്ക് പലപ്പോഴും സമ്മാനം കിട്ടാതെ വരുമ്പോൾ ഉടനെ ജഡ്ജസിന് നേരെ ആളുകൾ ചാടും, നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആളുകൾ പറയുന്നിടത്ത്, കുട്ടികൾ ചൊല്ലുന്നിടത്ത് അർത്ഥഗ്രഹണം ഉണ്ടോ എന്നറിയണമെങ്കിൽ അത് ശരിയായിട്ട് അറിയുന്ന ആൾക്കേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ ഓം സഹനാവവതു സഹനവു ഭുനക്ത് എന്ന ആളിൽ ചൊല്ലാറുണ്ട്. സഹനാവവതു എന്ന് ചൊല്ലുന്ന ആൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മാർക്ക് കൂടുതൽ കൊടുക്കും സഹ നാവവതു എന്ന് പറയുന്ന ആൾക്ക്. കാരണം സഹനൗ എന്നല്ല വാക്ക്, സഹ നൗ അവതു. നൗ എന്ന് പറയുമ്പോഴാണ് നമ്മെ രണ്ടുപേരെയും എന്ന അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ അർത്ഥഗ്രഹണത്തിന് എത്രമാത്രം പ്രാധാന്യം വാൽമീകി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ വേദവേദാംഗങ്ങൾ പഠിച്ചവർ, സംഗീതശാസ്ത്രത്തിൽ നിഷ്ണാതരായിട്ടുള്ളവർ, മഹാതേജസ്വികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള 2 പേരെയാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് രചിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് രചിച്ചിരിക്കുന്നത്? അതിസൂക്ഷ്മതലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ്. രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും സ്വകാര്യ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടുള്ള സർവ സംഗതികളും പൂർണ്ണമായി വീക്ഷിക്കുന്നതിനുള്ള സവിശേഷമായ പാടവം അവിടെ ബ്രഹ്മാവ് നൽകിയിരുന്നു വാൽമീകിക്ക്. ഇത് നമ്മൾ മഹാഭാരതവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴും ഇത് നമുക്ക് കാണാൻ സാധിക്കും. വേദവ്യാസൻ ധൃതരാഷ്ട്രരോട് പറയുന്നു, അങ്ങേക്ക് ഞാൻ കാഴ്ചശക്തി നൽകാം. എന്തിനാണ്? മഹാഭാരത യുദ്ധം കാണുന്നതിന് വേണ്ടി. ലോകത്തിൽ ഒരുപക്ഷെ ധൃതരാഷ്ട്രർ മാത്രമായിരിക്കും ഒരന്ധൻ തനിക്ക് കാഴ്ചശക്തി നൽകാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട പ്രഭോ എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? മക്കളുടെ യുദ്ധം, സംഗ്രാമം അത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ സഞ്ജയന് സവിശേഷമായ കാഴ്ചശക്തി കൊടുത്തു. സഞ്ജയൻ കാണാതെ യാതൊന്നും ഈ മഹാഭാരത യുദ്ധത്തിൽ നടക്കുകയില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ വാൽമീകിക്ക് ഒരു കാഴ്ച, ക്രാന്തദർശിത്വം കൊടുക്കുകയാണ് ബ്രഹ്മാവ്. കവികളെപ്പോഴും ക്രാന്തദർശികളാണ്. എന്താണ് ക്രാന്തദർശിയുടെ സവിശേഷത? സാധാരണ ജനങ്ങൾ കാണുന്നതിനെയും അതിക്രമിച്ച് നിൽക്കുന്ന, ക്രാന്തമായി നിൽക്കുന്ന കാര്യങ്ങളെയും കാണുന്നവരാണ് കവികൾ. ആ കവിത്വമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് സാദൃശ്യങ്ങളാണ്. ഇതിഹാസ പുരാണങ്ങൾ വേദാർത്ഥങ്ങളെ ഉപബൃംഹണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം ഇപ്രകാരമുള്ള ദർശനത്തിൻ്റെ, സാധാരണ ജനത്തിൻ്റെ ദർശനത്തെയും അതിക്രമിച്ച് നിൽക്കുന്ന ആ ദർശന പാടവം നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രത്യേകമായി പറയുന്നുണ്ട്. അത് അവർക്ക് രഹസ്യമായിട്ടുള്ളതും പരസ്യമായിട്ടുള്ളതും ആയ എല്ലാം അങ്ങേക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മതലങ്ങളുടെ, ആരുടെ ചരിതത്തെയാണോ ആവിഷ്കരിക്കുന്നത് ആ ചരിതത്തിൻ്റെ അതിസൂക്ഷ്മ തലങ്ങൾ വരെ ദർശിച്ചു കൊണ്ടുള്ളതായ ഒരു കൃതിയാണ് രാമായണം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സൂക്ഷ്മാംശഗ്രാഹിയായ വിധത്തിലുള്ള ആവിഷ്കാരമാണ് ആവശ്യകമായിരിക്കുന്നത്. മഹർഷിമാർ കൂടുന്നിടങ്ങളിലെല്ലാം ആ കുട്ടികൾ പോയി ഈ രാമായണ കാവ്യം ചൊല്ലി അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു കുട്ടികളുടെ പാഠവും കൂടെ ഉൾക്കൊണ്ട മഹർഷിമാർ കുട്ടികളെ വളരെയേറെ അഭിനന്ദിച്ചു. എത്ര മനോഹരമായിട്ടാണ്, വ്യക്തമായിട്ട് അഭിനയിക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ പറയുന്ന അർത്ഥത്തിന് അഭിമുഖമായി സഹൃദയൻ്റെ മനസ്സിനെ നയിക്കലാണ് അഭിനയം എന്ന് പറയുന്നത്. അഭിമുഖമായിട്ട് നയിക്കുക. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ്. അപ്പോൾ കുട്ടികളുടെ ചൊല്ലൽ ശരിക്കും ഒരു അഭിനയം ആണ്. കാവ്യാർത്ഥത്തിൻ്റെ ആത്മാവിലേക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുകയാണ്. അതിനാണ് നമ്മൾ സാധാരണ അഭിനയത്തിന് 4 ഭാഗം പറയാറുണ്ട്. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ഇതെല്ലാം അതിൽ ഒത്തുചേർന്നിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നതിൻ്റെ സാരാംശം. അങ്ങനെ കുട്ടികൾ പാടിക്കൊണ്ട് നടക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ രാജധാനിയിൽ നിന്നുകൊണ്ട് കുട്ടികളെ കാണുന്നത്. കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഗാനം ആലപിക്കുന്നു. അങ്ങനെ അവരെ വിളിച്ചു വരുത്തി തൻ്റെ രാജസദസ്സിലും വെച്ച് ഈ ഗാനം അവിടെ പാടി കേൾക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നനോടും
എല്ലാവരോടും പറയുന്നുണ്ട്, ഇതാ ഈ ഗാനങ്ങൾ കേൾക്കുക, എത്ര സുന്ദരമായിട്ടാണിത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ ആവിഷ്കാരപാഠവും കുട്ടികൾ അത് ചൊല്ലുന്നതിനുള്ള മികവും സർവരെയും അത്ഭുതപ്പെടുത്തി. അങ്ങനെ സ്വന്തം ചരിതം സ്വന്തം മക്കൾ തന്നെ ആലപിക്കുന്നത് ശ്രീരാമചന്ദ്രൻ കേൾക്കുന്നതായിട്ടാണ് വാൽമീകി മഹർഷി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേ